എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിയെ കയറി പിടിച്ചുവെന്ന പരാതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത റെയിൽവേ പോലീസ്. തിരുവനന്തപുരം കീഴായൂർ സ്വദേശി സജീവാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കുറ്റകൃത്യത്തിന്റെ വീഡിയോ ഉൾപ്പെടെ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഈ കുട്ടി നമുക്കിപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശരിക്കും എന്താണ് ഉണ്ടായത്? ഈ അതിക്രമം ചെയ്ത ആളിനെ ശരിക്കും തിരിച്ചറിയാൻ കഴിഞ്ഞോ? ഇത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാല് ആള് എന്നെ കയറി പിടിച്ച സ്പോട്ടിൽ, അതായത് ആ കൈ അവിടെ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെയാണ് ഞാൻ ആളെ കയറി പിടിച്ചത്. ആളുടെ കൈ ഞാൻ കയറി അപ്പൊ തന്നെയാണ് ഞാൻ പിടിച്ചിട്ട് ഞാൻ തിരിച്ച് അപ്പൊ തന്നെ ആളുടെ ഫേസിലേക്ക് നോക്കുകയാണ് ചെയ്തത്. ഇത് എവിടെ വെച്ചാണ് എക്സാക്ട്ലി ഇത് സംഭവിച്ചത്? ഇത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനില് ഏറ്റവും ലാസ്റ്റത്തെ ജനറൽ കമ്പാർട്ട്മെന്റ് അല്ല, പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് തൊട്ട് മുന്നത്തെ ആ ഒരു ലാസ്റ്റത്തെ ഫസ്റ്റത്തെ ജനറൽ കമ്പാർട്ട്മെന്റ്. ഓക്കെ, പോലീസിനോട് അപ്പൊ തന്നെ പരാതിപ്പെട്ടിരുന്നോ? പോലീസിനോട് ഞാൻ അവിടെ സൗണ്ട് നല്ലോണം റേസ് ആയപ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ആൾ ഓടിപ്പോയതിനു ശേഷം, ആളെ പിടികൂടിയതിനു ശേഷമാണ് പോലീസിനോട് ഞാൻ വേഗം പരാതി ഇതാക്കാൻ തന്നത്. പൊതുവേ ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണല്ലോ. അവിടെയുള്ള മറ്റുള്ള യാത്രക്കാരൊക്കെ ഇതിനോട് സഹായം ചെയ്തിരുന്നോ? എന്തായിരുന്നു അവിടെ ഒരു പ്രതികരണം? പൊതുവെ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെ ആയിരുന്നു. പക്ഷേ അന്ന് ഞാൻ കയറാൻ വേണ്ടി നിന്ന ടൈമില് അവിടെ അത്രയും തിരക്കുള്ളൊരു സമയം ആയിരുന്നില്ല. അവിടെ ഭയങ്കര ഒരു ഭീകര ജനസംഖ്യയുള്ളൊരു അവസ്ഥയല്ലായിരുന്നു. മാത്രമല്ല, ആള് ഓടിപ്പോയ ടൈമില് കുറെ ചെറുപ്പക്കാർ, അത്രയും നേരം ആൾക്കാരൊക്കെ അവിടെ നിന്ന് പിടിച്ച് നിർത്തുന്നുണ്ട്, ഞാനൊന്ന് പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആൾ ഓടിപ്പോയ ടൈമിലാണ് കുറെ ചെറുപ്പക്കാരെ കൂടി ആളെ ഓടിച്ച് പിടിക്കാൻ നിന്നത്. ഇയാൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നാണ് കുട്ടിയുടെ ആവശ്യം? ഇയാൾക്കെതിരെ എന്തായാലും ഞാൻ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏത് കോടതി വരെ പോകാനാണെങ്കിലും ഞാൻ റെഡിയാണ്. ബിക്കോസ് നാളെ ഇയാളെ ഞാൻ വിട്ടു കളഞ്ഞാൽ ഒന്നാമത് എനിക്കുണ്ടാവുന്ന ഒരു കുറ്റബോധമുണ്ട്. ഞാൻ ഇയാളെ വിട്ടു എന്നുള്ളൊരു കുറ്റബോധം എനിക്കുണ്ടാവും. രണ്ടാമത് ഇയാളെ വിട്ടാൽ ഇയാൾക്ക് അതൊരു ലൈസൻസ് ആവും. ഇത് ഇത്രയേ ഉള്ളൂ, ഇത് വേഗം ഊരി പോകുന്ന കേസ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ അയാൾക്ക് ഉണ്ടാവാൻ പാടില്ല.